തുടർച്ചയായ 3 ദിവസം ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയതിനു ശേഷം ഇന്ന് ഇൻഡെക്സ് 0.47% ഇടിഞ്ഞ് 23,203 ക്ലോസിംഗ് നൽകി. ടെക്നോളജി, ബാങ്കിംഗ്, FMCG സെക്ടറിലെ സ്റ്റോക്കുകളിലായിരുന്നു ഇന്ന് സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ക്വാർട്ടർലി റിസൾട്ട് മോശമായതിന്റെ ഇമ്പാക്ട് ഇൻഫോസിസിലും ആക്സിസ് ബാങ്കിലും കാണാൻ സാധിച്ചു. ഇൻഫോസിസ് ഇന്ന് 5.75% ഇടിഞ്ഞപ്പോൾ ആക്സിസ് ബാങ്ക് 4.43% ഇടിഞ്ഞു. ശ്രീറാം ഫിനാൻസ് ഇന്ന് 3.71% ഇടിഞ്ഞത്. അതേസമയം BPCL 2.68%, റിലയൻസ് ഇൻഡസ്ട്രീസ് 2.63%, കോൾ ഇന്ത്യ 2.42%, സൊമാറ്റോ 2.83%, നെസ്ലെ 1.97% ഉയർന്ന് ടോപ്പ് ഗെയിനർ പട്ടികയിൽ സ്ഥാനം പിടിക്കുകയും ചെയ്തു. മാർക്കറ്റിന്റെ ഓവറോൾ ബ്രെഡ്ത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഏറെക്കുറെ ന്യൂട്രലായിരുന്നു. 1184 സ്റ്റോക്കുകൾ സെല്ലിംഗ് സൈഡിലും 1149 സ്റ്റോക്കുകൾ ബൈയിങ് സൈഡിലുമായിരുന്നു. അതേസമയം ഇന്ത്യ വിക്സ് 2.54% ഉയർന്ന് 15.86 എത്തിയത് ബയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മാർക്കറ്റിൽ ബുൾസിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് അപ്ഡേറ്റ് ആണ്. 13 മുകളിൽ ഇന്ത്യ വിക്സ് നിലനിൽക്കുന്നത് മാർക്കറ്റിൽ ഉയർന്ന വോളറ്റിലിറ്റി പ്രതീക്ഷിക്കാമെന്നുള്ള സൂചനയാണ് നൽകുന്നത്. മിഡ് ക്യാപ് ഇൻഡെക്സിലും സ്മോൾ ക്യാപ് ഇൻഡെക്സിലും ഇന്ന് അത്ര വലിയ മൂവ്മെന്റ് കാണാൻ സാധിച്ചതുമില്ല. ഇന്ന് മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ഒരു സ്റ്റോക്കാണ് വിപ്രോ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 2.2% ഇടിഞ്ഞ് 281 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. 3 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 25.14, ഡിവിഡന്റ് യീൽഡ് 0.18. മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്ത ക്വാർട്ടർലി റിസൾട്ട് വിപ്രോയ്ക്ക് പുറത്തുവിടാൻ സാധിച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. വിപ്രോയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ക്വാർട്ടർ ടു ക്വാർട്ടർ 4.5% വർദ്ധിച്ച് 3,354 കോടിയിലേക്കെത്തി. കമ്പനിയുടെ റവന്യൂ ഏറെക്കുറെ ഫ്ളാറ്റ് ആയിരുന്നു. 22,319 കോടി രൂപയുടെ റവന്യൂ ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് 3,040 കോടി രൂപയുടെ പ്രോഫിറ്റും 22,176 കോടി രൂപയുടെ റവന്യൂമാണ് വിപ്രോയിൽ നിന്ന് പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്ത ക്വാർട്ടർലി റിസൾട്ട് കമ്പനിക്ക് പുറത്തുവിടാൻ സാധിച്ചു. കൂടാതെ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് മാർജിൻ 17.5% എത്തി. കഴിഞ്ഞ 3 വർഷത്തിനിടയിലുള്ള ഏറ്റവും മികച്ച ഓപ്പറേറ്റിംഗ് മാർജിനാണ് കമ്പനി നേടിയെടുത്തിരിക്കുന്നത്. ഇവിടെ ഓപ്പറേഷണൽ എഫിഷ്യൻസി ഇംപ്രൂവ് ആക്കുകയും കോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ നടത്തുകയും ചെയ്താണ് കമ്പനി അതിന്റെ ഓപ്പറേറ്റിംഗ് മാർജിൻ ഉയർത്തിയിരിക്കുന്നത്. അതേസമയം വിപ്രോയിലെ വോളണ്ടിയർലി അട്രീഷൻ റേറ്റ് 15.3% ഉയരുകയും ചെയ്തു. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് 6 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡന്റും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി വിപ്രോയുടെ ക്വാർട്ടർലി റിസൾട്ട് സീക്വൻഷ്യലി നോക്കുകയാണെങ്കിൽ IT സർവീസിൽ നിന്നുള്ള റവന്യൂ 1.2% ഇടിഞ്ഞ് $2.63 ബില്യൺ മാറി. കോൺസ്റ്റന്റ് കറൻസി ടേംസിൽ വളരെ നാമമാത്രമായ ഗ്രോത്താണ് കമ്പനി കൈവരിച്ചിരിക്കുന്നത്, 0.1%. എന്നാൽ വിപ്രോയുടെ ടോട്ടൽ ബുക്കിംഗിൽ വർധന ഉണ്ടായിട്ടുണ്ട്. $961 മില്യൺ നിന്നും 6% വർദ്ധിച്ച് $3.5 ബില്യൺ ഉയർന്നു. അതോടൊപ്പം തന്നെ വിപ്രോയുടെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോയും ക്യാഷ് ജനറേഷനും മികച്ച രീതിയിൽ ഇംപ്രൂവ് ആവുകയും ചെയ്തിട്ടുണ്ട്. വിപ്രോയുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിൽ ഇന്ന് അമേരിക്കൻ മാർക്കറ്റ് ഒരു പോസിറ്റീവ് റിയാക്ഷനാണ് നൽകിയിരിക്കുന്നത്. അമേരിക്കൻ മാർക്കറ്റിൽ ലിസ്റ്റഡായ വിപ്രോയുടെ ADR നമ്മൾ പരിശോധിച്ചാൽ 5% ഹയർ സൈഡിലാണ് വിപ്രോയുടെ ADR ട്രേഡ് ചെയ്യുന്നത്. ഈ ന്യൂസിന്റെ പശ്ചാത്തലത്തിൽ തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ വിപ്രോ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. വിപ്രോ 275 എന്ന സ്ട്രോങ് സപ്പോർട്ടിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഇവിടെ നിന്നും ഒരു ബൈയിങ് മൊമെന്റം വരികയാണെങ്കിൽ 300 സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കും. വിപ്രോയുടെ ക്വാർട്ടർലി റിസൾട്ട് മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്തപ്പോൾ മാർക്കറ്റ് എസ്റ്റിമേഷൻ മിസ് ചെയ്ത ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ഒരു സ്റ്റോക്കായി മാറിയിരിക്കുകയാണ് ടെക് മഹീന്ദ്രയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ ഇയർ ഓൺ ഇയറിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 92.6% വർദ്ധിച്ച് 983 കോടിയായി മാറി. അതേസമയം ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റിൽ 21.3% ഇടിവുണ്ടായിട്ടുണ്ട്. ക്വാർട്ടർ 2-ൽ പ്രോപ്പർട്ടി സെയിൽ വഴി 450 കോടി രൂപയുടെ അഡീഷണൽ ഇൻകം നേടിയതുകൊണ്ട് ക്വാർട്ടർ 2-ൽ ടെക് മഹീന്ദ്രയുടെ പ്രോഫിറ്റ് 1,250 കോടിയായിരുന്നു. 1,250 കോടിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇപ്പോഴത്തെ പ്രോഫിറ്റ് 21% കുറവാണ്. അതേസമയം മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്ത ഒരു ക്വാർട്ടർലി റിസൾട്ട് തന്നെയാണ് ടെക് മഹീന്ദ്രയും കാഴ്ചവെച്ചിരിക്കുന്നത്. 1,051 കോടി രൂപയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചെടുത്ത് 983 കോടി രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനി നേടിയത്. അതോടൊപ്പം തന്നെ 13,355 കോടി രൂപയുടെ റവന്യൂ പ്രതീക്ഷിച്ചെടുത്ത്
13,285 കോടി രൂപയുടെ റവന്യൂ കമ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ക്വാർട്ടർലി റിസൾട്ടിലെ ഒരു പോസിറ്റീവ് ഹൈലൈറ്റ് കഴിഞ്ഞ ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിക്ക് ലഭിച്ച ന്യൂ ഡീലുകളുടെ എണ്ണത്തിലുണ്ടായിരിക്കുന്ന വർധനവാണ്. ന്യൂ ഡീലുകൾ 95% ഉയരുകയും ടോട്ടൽ ഡീൽ $745 മില്യൺ ഉയരുകയും ചെയ്തു. ഇത് ടെക് മഹീന്ദ്രയുടെ ക്വാർട്ടർലി റിസൾട്ടിലെ പ്രധാന ഹൈലൈറ്റുകളാണ്. ടെക് മഹീന്ദ്രയെ സംബന്ധിച്ചിടത്തോളം 1600 ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട്, 1600 താഴെ 1550, 1500 തുടങ്ങിയ റേഞ്ചിൽ സ്റ്റോക്കിന് സ്ട്രോങ് സപ്പോർട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. 1700 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്